മുണ്ടക്കൈയിലെ ദുരന്തം മനുഷ്യനിർമ്മിതമാണെന്ന കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദർ യാദവിന്റെ പ്രസ്താവനയോട് മുഖ്യമന്ത്രി വളരെ വൈകാരികമായാണ് പ്രതികരിച്ചത്. ഈ വാർത്തയ്ക്ക് താഴെ ഒരു സാധാരണ പ്രേക്ഷകന്റെ കമന്റുണ്ട്, ഒരു സാധാരണ വായനക്കാരന്റെ കമന്റുണ്ട്. എന്താണെന്നല്ലേ, പിണറായിക്ക് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നാലേ ഗുണമുള്ളൂ. കയ്യിൽ നിന്ന് വലിയ ചെലവില്ലാതെ നാട്ടുകാരുടെ കാശ് പിരിച്ച് അനധികൃത കയ്യേറ്റങ്ങൾ ന്യായീകരിച്ച് വോട്ട് ബാങ്ക് ഉറപ്പിക്കുകയും അതുവഴി അടുത്ത തിരഞ്ഞെടുപ്പിൽ സിമ്പതി കൂട്ടി വിജയം ഉറപ്പാക്കുകയും ചെയ്യാം. മതനേതാക്കളും കൂടെ നിന്നോളൂ. ഇതൊരു വ്യക്തിയുടെ ശബ്ദമല്ല, ഇത് കേരളത്തിലെ സാധാരണ ജനങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്ന രീതിയാണ്. ശരിയാണ്, ഇത് പരസ്പരം ചെളിവാരി എറിയേണ്ട, കരിവാരിത്തേക്കേണ്ട, രാഷ്ട്രീയം പറയേണ്ട സമയമല്ല. എന്നാലും എന്താണ് മുഖ്യമന്ത്രി വീണ്ടും ഇങ്ങനെ സഹതാപ തരംഗവും ഇരവാദവും ഒക്കെയായി വരുന്നത്? യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്ക് എന്താണ് ഇവിടെ ഒളിക്കാനുള്ളത്? ഈ സഹതാപ തരംഗവും ഇരവാദവും ഇനിയും കേരളത്തിലെ മണ്ണിൽ വിജയിക്കുമോ? RR ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വിഷമിക്കരുത് ക്യാപ്റ്റൻ, വിഷമിക്കരുത് സഖാവ് പിണറായി. അങ്ങയുടെ സാധാരണക്കാരായ ജനങ്ങളോടുള്ള കരുതലും കടപ്പാടും വിഷമവും എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാകും. ഈ അടുത്തിടയ്ക്ക് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദർ യാദവ് ഒരു പ്രസ്താവന ഇറക്കി. പ്രാദേശിക ഭരണ സംവിധാനത്തിൻ്റെ ഒത്താശയോടെ നടക്കുന്ന അനധികൃത മനുഷ്യവാസവും ഭൂമി കയ്യേറ്റവും അനധികൃത ഖനനവുമൊക്കെയാണ് മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ കാരണമെന്ന്. അതായത് മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടൽ മനുഷ്യനിർമ്മിതമാണെന്ന്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകാരികമായും ശക്തവുമായാണ് ആഞ്ഞടിച്ചിരിക്കുന്നത്. ദുരന്തത്തിനിരയായ മനുഷ്യരെ കേന്ദ്രമന്ത്രി അപമാനിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആഴത്തിലുള്ള ചിന്തകൾക്കും കൂട്ടായ പരിശ്രമങ്ങൾക്കും മുൻപുള്ള ഘട്ടമാണിത്. ഈ സന്ദർഭത്തെ സങ്കുചിത താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ചിലരെങ്കിലും ഉപയോഗിക്കുന്നത് നിർഭാഗ്യകരമാണ്. അക്കൂട്ടത്തിൽ ജനങ്ങളെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്താൻ ഉത്തരവാദിത്തമുള്ളവർ തന്നെ ഉൾപ്പെടുന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. ബഹുമാനപ്പെട്ട കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദർ യാദവിന്റെ പ്രസ്താവന നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ളതാണ്. ഇത്തരം ഒരു ആരോപണത്തിലൂടെ ദുരന്തത്തിൻ്റെയായ മനുഷ്യരെ മന്ത്രി അപമാനിക്കുകയല്ലേ? ആരാണ് ഇവിടുത്തെ അനധികൃത കുടിയേറ്റക്കാർ? ഈ ദുരന്തത്തിൽ മണ്ണടിഞ്ഞ എസ്റ്റേറ്റിലെ തൊഴിലാളികളോ, അതോ ഞങ്ങളുടെ ചെറിയ 2 തുണ്ട് ഭൂമിയിൽ ജീവിക്കുന്ന സാധാരണ മനുഷ്യരോ? കേരളത്തിലെ മലയോര മേഖലയെക്കുറിച്ച് ചെറിയ ധാരണയെങ്കിലും ഉള്ളവർ അവിടെ ജീവിക്കുന്നവരെ ഇങ്ങനെ അനധികൃത കുടിയേറ്റക്കാരായി മുദ്രകുത്തില്ല. വളരെ മനോഹരമായ പ്രസ്താവനയെ വളച്ചൊടിക്കുകയാണ് മുഖ്യമന്ത്രി. ഇവിടെ പറഞ്ഞിരിക്കുന്ന അനധികൃത കുടിയേറ്റക്കാരും ഖനനവും ഒന്നും ഇവിടുത്തെ സാധാരണക്കാരെ കുറിച്ചല്ല. ഇത് മുഖ്യമന്ത്രിക്കും വളരെ വ്യക്തമായി അറിയാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ അനധികൃത കുടിയേറ്റവും അനധികൃത ഖനനവും ജനവാസവും ഒന്നും ഇവിടുത്തെ സാധാരണ മലയോര കർഷകനെ കുറിച്ചല്ല എന്ന്. സർക്കാരിൻ്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഒത്താശയോടുകൂടി പരിസ്ഥിതി ലോല പ്രദേശങ്ങളടക്കം ചൂഷണം ചെയ്ത് ജനദ്രോഹ നടപടികൾ ചെയ്യുന്ന കോറി റിസോർട്ട് മാഫിയകളെക്കുറിച്ചാണ് ഈ പറയുന്നത്. നിങ്ങളെ വിശ്വസിച്ച്, നിങ്ങളുടെ പാർട്ടിയെ വിശ്വസിച്ച് 2ാം പ്രാവശ്യം അധികാരം നിങ്ങൾക്ക് നൽകിയ കേരളത്തിലെ ജനങ്ങളോട് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ, അല്പമെങ്കിലും ഉത്തരവാദിത്വമുണ്ടെങ്കിൽ, യാതൊരു രാഷ്ട്രീയവുമില്ലാതെ സാധാരണ ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് RR ടോക്സ് ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രിയോടും ഈ ഭരണത്തോടും ചോദിക്കുകയാണ്, ഇനിയെങ്കിലും ഇവിടെയുള്ള അനധികൃത കോറികളും പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലുള്ള ഇത്തരത്തിലുള്ള അനധികൃത നിയമവിരുദ്ധമായ നിർമ്മാണങ്ങളും ടൂറിസ്റ്റ് ഹോമുകളും റിസോർട്ടുകളും ഒക്കെ തടയുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കണം സഖാവേ, അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്നത് ജനങ്ങളോടുള്ള വഞ്ചനയാണ്. പരസ്പരം രാഷ്ട്രീയമായി ചെളിവാരിയെറിയുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും വീണ്ടും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാമെന്ന് അങ്ങ് കരുതിയെങ്കിൽ ക്ഷമിക്കണം. ജനങ്ങൾ പഴയ പോലെ വിഡ്ഢികളല്ല. നിങ്ങൾ ഇതിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ. ഈ ദുരന്തത്തിൽ നിങ്ങൾ എന്തു ചെയ്തു എന്നതുപോലെ തന്നെ പ്രസക്തമാണ് ഇനിയും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നത്. കേന്ദ്രം പറയുന്നു, കേന്ദ്രം വഴിതിരിക്കുന്നു, വഴിതെറ്റിച്ചു വിടുന്നു എന്ന് പറയുന്നതിന് പകരം പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനും അനധികൃത നിർമ്മാണങ്ങളും കുടിയേറ്റങ്ങളും ഒഴിവാക്കുന്നതിനും റിസോർട്ട്, മണൽ, കരിമണൽ മാഫിയയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിനും ഈ പ്രകൃതിയെയും ജീവനെയും സംരക്ഷിക്കുവാൻ ശക്തമായ നടപടികൾ എടുക്കുകയും ചെയ്താൽ ഒരുപക്ഷെ 3ാമതും അധികാരത്തിൽ വരാൻ നിങ്ങൾക്ക് സാധിച്ചിരിക്കും. അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പാർട്ടിയും ഒരു ചരിത്രമായി കേരളത്തിൽ അവശേഷിക്കുമെന്ന സത്യം മറക്കരുത്. ഇത് സാധാരണ ജനങ്ങളുടെ ശബ്ദമാണ്. RR ടോക്സിന് തന്റെ പ്രേക്ഷകരോട് ചോദിക്കുവാനുള്ളത്, രാഷ്ട്രീയത്തിനപ്പുറം ഒരു ശരാശരി മനുഷ്യനായി നിന്ന് ചിന്തിച്ചാൽ, ഒരു ശരാശരി മലയാളിയായി നിന്ന് ചിന്തിച്ചാൽ, ഭരിക്കുന്ന പാർട്ടി ഏതുമാകട്ടെ, ഏത് രാഷ്ട്രീയവുമാകട്ടെ, ഇവർക്ക് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്നും മനുഷ്യജീവനെങ്കിലും സംരക്ഷിക്കുവാനാകില്ലേ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.